ഹലോ എവ്രി വൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്റ്റിലെ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സുകൾ മാത്രമാണ്. നമുക്ക് ടോട്ട്സിൽ എപ്പോഴും അവർ സപ്ലിമെൻ്ററി ആയിട്ട് ചോദിക്കുന്ന 2 ആക്റ്റുകളിൽ ഒന്നാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്. അപ്പോൾ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്റ്റിൽ ആദ്യം തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡെഫിനിഷൻ ഓഫ് എ കൺസ്യൂമർ. കൺസ്യൂമർ എന്നതിൻ്റെ ഡെഫിനിഷൻ എന്താണ് എന്നാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. അപ്പോൾ സെക്ഷൻ 2 ക്ലോസ് 7 ആണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും നമ്മൾ ഡെഫിനിഷൻസ് എല്ലാം പറയുന്ന ക്ലോസ് ആണ് സെക്ഷൻ 2 അല്ലേ. സെക്ഷൻ 2ലാണ് പറയാറുള്ളത്. സെക്ഷൻ 2 ക്ലോസ് 7, ഓക്കെ, പ്ലീസ് ഡോണ്ട് ഫൊർഗെറ്റ്. സെക്ഷൻ 2 ക്ലോസ് 7ലാണ് നമ്മൾ ഈ ഒരു കൺസ്യൂമറിന് ഡെഫിനിഷൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അക്കോർഡിംഗ് ടു സെക്ഷൻ 2 ക്ലോസ് 7, എ കൺസ്യൂമർ ഇസ് എ പേഴ്സൺ who buys goods or takes services for personal use by paying money അല്ലെങ്കിൽ promising to pay. അല്ലാതെ അവിടെ ഒരു റീസെയിലിനോ അല്ലെങ്കിൽ ഒരു ലാർജ് സ്കെയിൽ കൊമേഴ്ഷ്യൽ ബിസിനസ്സിനോ വേണ്ടിയിട്ട് നിങ്ങളൊരു ഗുഡ്സ് വാങ്ങുകയോ അല്ലെങ്കിൽ സർവീസ് എടുക്കുകയോ ചെയ്യുന്നത് എന്തിൽ വരുന്നില്ല, നിങ്ങളെ കൺസ്യൂമർ എന്നുള്ള ഡെഫിനിഷനിലേക്ക് വരുന്നില്ല. നമ്മളുടെ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം ഗുഡ്സോ സർവീസോ എടുക്കുമ്പോഴാണ് യു കംസ് അണ്ടർ ദ ഡെഫിനിഷൻ ഓഫ് കൺസ്യൂമർ അണ്ടർ 2 ക്ലോസ് 7. ഓക്കെ, ഇനി ഓൺലൈൻ ബയേഴ്സിനെയും നമ്മളുടെ യൂസേഴ്സിനെയും വിത്ത് പെർമിഷന് നമ്മൾ കൺസ്യൂമേഴ്സ് ആയിട്ട് തന്നെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഒന്നും കൂടി ഈ ഒരു സെക്ഷനെ നമ്മൾ ഡിസെക്ട് ചെയ്ത് പോകുമ്പോൾ വാട്ട് ഈസ് ദ മീനിങ് ഓഫ് കൺസ്യൂമർ? എ കൺസ്യൂമർ ഈസ് എനി പേഴ്സൺ, ഓക്കെ, ഈസ് എനി പേഴ്സൺ ഹു ബൈസ് ഗുഡ്സ് അല്ലെങ്കിൽ ഹെയിൽസ് ഓർ അവൈൽ സർവീസസ് ഫോർ എ കൺസിഡറേഷൻ. ഇപ്പം ഞാൻ ഒരു കടയിൽ പോയി ഒരു സാധനം വാങ്ങുകയാണ് ആൻഡ് ഐ എം ഗിവിങ് മണി ഓൾസോ, അല്ല, ഒരു കൺസിഡറേഷൻ ഞാൻ അവിടെ കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഞാനൊരു ഹോട്ടലിൽ പോയിട്ട് ഐ എം ടേക്കിംഗ് എ സർവീസ്, അവിടുത്തെ റൂം, അവിടുത്തെ സർവീസ് ഞാൻ എടുക്കുന്നുണ്ട്. അപ്പം അവിടെ എന്താണ്, അതൊരു കൺസിഡറേഷൻ ഉണ്ട്, ഐ എം പേയിങ് ദ, അല്ലേ. ചിലപ്പോൾ ഞാൻ കുറച്ച് പേ ചെയ്തിട്ടുണ്ടാവുള്ളൂ, ബാക്കി പിന്നെ പേ ചെയ്യാനായിരിക്കാം. സോ ഇതൊക്കെയാണ് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് നമ്മളൊരു കൺസ്യൂമർ എന്നുള്ളതിനെ ഡിഫൈൻ ചെയ്യുന്നത്. ഇനി പിന്നെയെന്ന് പറയുകയാണെങ്കിൽ കൺസ്യൂമർ ഇൻ റിലേഷൻ ടു ഗുഡ്സ് എന്ന് പറയുമ്പോൾ എ പേഴ്സൺ ഇസ് എ കൺസ്യൂമർ if he buys goods for consideration, paid or promised ആയിട്ടുള്ള ഗുഡ്സ് കൊടുക്കുകയാണ്. അല്ലെങ്കിൽ നമ്മൾ ഏതൊരു യൂസർ ഓഫ് ഗുഡ്സിനെയും നമുക്ക് പറയാൻ പറ്റും ഇഫ് അത് ബയ്യറിൻ്റെ അപ്രൂവലോട് കൂടി യൂസ് ചെയ്യുന്ന വേറൊരാളാണെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യാം, അവരെ നമുക്ക് ഈ ഒരു കൺസ്യൂമർ ഇൻ റിലേഷൻ ടു ഗുഡ്സിലേക്ക് വരാൻ പറ്റും. ഓക്കെ, സോ എ പേഴ്സൺ ഇസ് എ കൺസ്യൂമർ ഇഫ് ഹി ബൈസ് ഗുഡ്സ് ഫോർ കൺസിഡറേഷൻ ആൻഡ് ഇറ്റ് ഓൾസോ ഇൻക്ലൂഡ്സ് എനി യൂസർ ഓഫ് ഗുഡ്സ് if the user uses the goods with the approval of the buyer. ഓക്കെ, അപ്പോൾ ഇവിടെ റീസെയിലിന് വേണ്ടിയിട്ടോ കൊമേഴ്ഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ടോ ഇഫ് യു ആർ പർച്ചേസിങ് ദ ഗുഡ് ദെൻ നമ്മൾ എന്തിൽ വരുന്നില്ല, യു ഡസ് നോട്ട് കം അണ്ടർ ദ ഡെഫിനിഷൻ ഓഫ് എ കൺസ്യൂമർ. ഇനി ഇവിടെ സർവീസസിൻ്റെ നമ്മൾ നോക്കിക്കഴിഞ്ഞു, സെയിം തന്നെയാണ്. അപ്പോൾ കൺസിഡറേഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ പെയ്ഡ് ആവാം, പ്രോമിസ്ഡ് ആവാം, പാർട്ട്ലി പെയ്ഡ് ആൻഡ് പാർട്ട്ലി പ്രോമിസ്ഡ് ആവാം, അല്ലെങ്കിൽ മറ്റ് ഡെഫേർഡ് പേയ്മെൻറ്റ് സിസ്റ്റം ആവാം. ഓക്കെ, ഇനി കൊമേഴ്ഷ്യൽ പർപ്പസ് എന്താണെന്നറിയാലോ. കൊമേഴ്ഷ്യൽ പർപ്പസിൻ്റെ ഒരു എക്സെപ്ഷനാണ്, നമ്മൾ കൊമേഴ്ഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അവിടെ പറ്റില്ല. ഓക്കെ, ഇനി ഇപ്പോൾ നമ്മളിതിന് ഞാൻ 2 എക്സാമ്പിൾസും കൊടുത്തിട്ടുണ്ട്. ഒരു ടൈലർ ഒരു സൂയിങ് മെഷീന് സ്വന്തമായിട്ട് വാങ്ങുകയാണ് സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ട്. സോ ദാറ്റ് ഈസ് എ കൺസ്യൂമർ. പക്ഷേ ഒരു കമ്പനി ബൈയിങ് 50 മെഷീൻസ് ഫോർ എ ഫാക്ടറി, അവിടെ എന്തല്ല, ദാറ്റ് ഡസ് നോട്ട് കം അണ്ടർ ദ ഡെഫിനിഷൻ ഓഫ് കൺസ്യൂമർ. ദാറ്റ്സ് ഇറ്റ്. ഇനി നെക്സ്റ്റ് നിങ്ങൾ നോക്കുന്നത് ഡിഫക്റ്റ് ആൻഡ് ഡെഫിഷ്യൻസി എന്താണെന്നുള്ളതാണ്. സെക്ഷൻ 2 ക്ലോസ് 10 ഓഫ് ദ കൺസ്യൂമർ ആക്റ്റിലാണ് ഡിഫക്റ്റ് എന്താണെന്ന് പറയുന്നത്. ഡിഫക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു ഗുഡ് അല്ലെങ്കിൽ പ്രോഡക്റ്റിൽ ഏതെങ്കിലും തരത്തിലുള്ളൊരു ഫോൾട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ളൊരു ഇംപെർഫെക്ഷൻ അല്ലെങ്കിൽ ഷോർട്ട് കം വരുമ്പോഴാണ് നമ്മൾ എന്ത് പറയുന്നത്, അവിടെ ഒരു ഡിഫക്റ്റ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പം ഡിഫക്റ്റ് എന്ന് പറയുമ്പോൾ സപ്പോസ് ആ ഒരു പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റിയിൽ എന്തെങ്കിലും തരത്തിലുള്ളൊരു ഫോൾട്ട് വന്നിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ക്വാണ്ടിറ്റിയിലാവാം, അല്ലെങ്കിൽ പൊട്ടൻസിയിലാവാം, അല്ലെങ്കിൽ അതിൻ്റെ പ്യൂരിറ്റി, സ്റ്റാൻഡേർഡ്, ഇതിലൊക്കെ ആയിരിക്കാം എന്ത് വരുന്നുണ്ടാവുക, ഡിഫക്റ്റ് വരുന്നുണ്ടാവാം. ഓക്കെ, അപ്പോൾ ഇത് ഗുഡ്സ് ആൻഡ് സർവീസസിലോട്ട് മാത്രമാണ് ഇത് അപ്ലൈ ചെയ്യുന്നത്. പിന്നെ ഇതിൽ നമ്മൾ ഗുഡ്സിൻ്റെ കണ്ടീഷൻ, സ്റ്റാൻഡേർഡ്, ഇതിലൊക്കെയാണ് ബേസിക്കലി എന്ത് ചെയ്യുന്നത്, നമ്മൾ ആ ഒരു ഡിഫക്റ്റിനെ അളക്കുന്നത്. ഇപ്പം ഞാനൊരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫുഡ് ഐറ്റംസ് അല്ലെങ്കിൽ ഫുഡ് ആർട്ടിക്കിൾസ് വാങ്ങി, പക്ഷേ അതിലെന്തെങ്കിലും കളർ ആഡ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അത് അഡൾട്ടേർഡ് ആണ്, അല്ലെങ്കിൽ ഡിഫക്റ്റീവ് ആയിട്ടുള്ള ഇലക്ട്രോണിക് അപ്ലയൻസസുകളാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ളതിലാണ് നമ്മൾ എന്തിൽ വരിക, ഡിഫക്റ്റീവ് ഗുഡ്സ് എന്ന് പറയുന്നത്. ഇനി ഡെഫിഷ്യൻസി എന്ന് വരുന്നത് സെക്ഷൻ 2 ക്ലോസ് 11ലാണ്. ഡെഫിഷ്യൻസി എന്ന് പറയുമ്പോൾ ഇതേപോലെ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ അതിന് എന്തെങ്കിലും തരത്തിലുള്ളൊരു ഫോൾട്ടോ ഇംപെർഫെക്ഷനോ ഒക്കെ വരികയാണ്. എന്തിൽ, സർവീസസിൻ്റെ കാര്യത്തിൽ നിയമം പറയുന്നുണ്ടാവും, അല്ലെങ്കിൽ ഒരു കോൺട്രാക്റ്റിലൂടെയെങ്കിലും പറയുന്നുണ്ടാവും ഇതേപോലെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് ഓൺ എ പെർട്ടിക്കുലർ വേ.
പക്ഷേ ആ ഒരു സ്റ്റാൻഡേർഡിൽ ചെയ്യുന്നില്ല അല്ലെങ്കിൽ ആ ഒരു ക്വാളിറ്റിയിൽ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിലാണ് ദാറ്റ് കംസ് അണ്ടർ ഡെഫിഷ്യൻസിയിൽ വരുന്നത്. ഓക്കെ, അപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു നെഗ്ലിജൻസോ വരുത്താണ് അല്ലെങ്കിൽ ഒരു ഒമിഷൻ വരുത്താണ്. അതിലൂടെ എന്ത് സംഭവിക്കുകയാണ്? കൺസ്യൂമറിന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ലോസോ ഇഞ്ചുറിയോ സംഭവിക്കുകയാണ്. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു റെലവൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ കൺസ്യൂമറോട് എന്തായാലും പറയേണ്ട ഒരു ഇൻഫർമേഷൻ പറയാതിരിക്കുകയാണ്. അപ്പം ദാറ്റ് ഓൾസോ കംസ് അണ്ടർ ഡെഫിഷ്യൻസി ഓഫ് സർവീസസ്. ഓക്കെ, ഇപ്പം നമ്മൾ എപ്പോഴും ന്യൂസിലൊക്കെ കാണുന്നൊരു ഉദാഹരണമാണ് മെഡിക്കൽ നെഗ്ലിജൻസ്. ഓക്കെ, പിന്നെ ബാങ്കിങ് സർവീസസിൽ എന്തെങ്കിലും തരത്തിലുള്ള ഡെഫിഷ്യൻസി കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ദീസ് ഓൾ തിങ്സ് കം അണ്ടർ ഡെഫിഷ്യൻസി ഓഫ് സർവീസസ്. ഓൾറൈറ്റ്, നെക്സ്റ്റ് നമ്മൾ നോക്കേണ്ടത് ഇതിൻ്റെ എൻഫോഴ്സിങ് മെക്കാനിസംസ് കാര്യങ്ങളൊക്കെയാണ് ഞങ്ങളുടെ സിലബസിൽ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽസുകളെ പറ്റി നോക്കാം. അപ്പോൾ സെക്ഷൻ 345 കൗൺസിൽസിനെ പറ്റി പറയുന്നത്. സോ ബേസിക്കലി ഇത്തരത്തിൽ ഒരു കൗൺസിൽ എസ്റ്റാബ്ലിഷ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു ഉത്തരവാദിത്തം കൊടുക്കുന്നത് സെൻട്രൽ ഗവൺമെൻറ്റിനാണ്. ഓക്കെ, സോ ആക്റ്റിൽ പറയുന്നത് സെൻട്രൽ ഗവൺമെൻറ് എന്ത് ചെയ്യണം? ഒരു സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽ കൊണ്ടുവരണം, ഒരു അഡ്വൈസറി ബോഡി ആയിട്ട്. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഒരു മിനിസ്ട്രി ഉണ്ട്. വി ഹാവ് ഗോട്ട് എ മിനിസ്ട്രി ഓൺ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കൺസ്യൂമർ അഫെയർസ്. അപ്പോൾ അതിലുള്ള മിനിസ്റ്റർ ആയിരിക്കും ഇതിൻ്റെ ചെയർപേഴ്സൺ എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് നിങ്ങൾ നോക്കിയാൽ മതി. സെൻട്രൽ കൗൺസിലാണ്. നെക്സ്റ്റ് കംസ് സ്റ്റേറ്റ് കൺസ്യൂമർ കൗൺസിൽ. ഇതേപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനാണ് ഡിറക്ഷൻ കൊടുക്കുന്നത് സ്റ്റേറ്റ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിലിന് വേണ്ടിയിട്ട്. പിന്നെ അതേപോലെ തന്നെ ഇവിടെയും എന്തുണ്ട്? ഒരു സംസ്ഥാന തലത്തിലും ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ തരത്തിലും ഒരു മിനിസ്റ്റർ ഉണ്ടായിരിക്കും. അയാൾ ചെയർമാൻ ആവട്ടെ അല്ലെങ്കിൽ ചെയർപേഴ്സൺ ആവട്ടെ എന്നാണ് പറയുന്നത്. അപ്പോൾ ബേസിക്കലി ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന കൗൺസിൽസിൻ്റെ ഒരു ഉദ്ദേശം അല്ലെങ്കിൽ വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ദിയർ എസ്റ്റാബ്ലിഷ്മെൻറ്റ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ദി ആക്ട് ആസ് എ അഡ്വൈസറി കൗൺസിൽ. ഓക്കെ, പിന്നെ ഇവിടെ ഒരു കണക്ക് പറയുന്നുണ്ട് മെമ്പേഴ്സിൻ്റെത്. നോട്ട് മോർ ദാൻ 10 members, മാക്സിമം 10 members പറ്റുള്ളൂ. ദാറ്റ് ഈസ് നോമിനേറ്റഡ് ബൈ ദ സെൻട്രൽ ഗവൺമെൻറ്. ഓക്കെ, പിന്നെ യു ക്യാൻ ജസ്റ്റ് റീഡ് ദിസ്. നൗ ലെറ്റ്സ് കം ടു ദ ഡിസ്ട്രിക്ട് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽ. ഇവിടെയും എന്താണ്? സ്റ്റേറ്റ് ഗവൺമെൻറ് ആണ്. കാരണം ഡിസ്ട്രിക്ട് കംസ് അണ്ടർ ദ സ്റ്റേറ്റ് ഗവൺമെൻറ് അല്ലേ, സ്റ്റേറ്റിൻ്റെ ഉള്ളിലാണ്. സോ സ്റ്റേറ്റ് ഗവൺമെൻറ് മേ എസ്റ്റാബ്ലിഷ് എ ഡിസ്ട്രിക്ട് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽ ഫോർ എവറി ഡിസ്ട്രിക്റ്റ് ആണ്. ഇപ്പോൾ ഡിസ്ട്രിക്ട് കൗൺസിൽ എന്തായിട്ടാണ് ആക്ട് ചെയ്യുന്നത്? ആക്ട് ആസ് എ അഡ്വൈസറി കൗൺസിൽ. ഇവിടുത്തെ ചെയർപേഴ്സൺ ഈസ് ദ ഡിസ്ട്രിക്ട് കളക്ടർ. ഓക്കെ, പിന്നെ അറ്റ്ലീസ്റ്റ് ഒരു 2 മീറ്റിംഗ്സ് എങ്കിലും ഒരു വർഷം കൂടിയിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ഇത് ജസ്റ്റ് നിങ്ങൾ വായിച്ചാൽ മതി. സോ ഇത് ഒരു അഡ്വൈസറി ബോഡി ആയിട്ടാണ് 3 തരത്തിലും, സെൻട്രൽ തരത്തിലും സ്റ്റേറ്റ് തരത്തിലും അതേപോലെ ഡിസ്ട്രിക്ട് തരത്തിലും എന്തുണ്ട്? കൺസ്യൂമർ കൗൺസിലുകൾ ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റിയാണ്. സെക്ഷൻ 10 പറയുന്നത്. അപ്പം ബേസിക്കലി ഈ ഒരു അതോറിറ്റിയുടെ ഒരു റോൾ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കൺസ്യൂമർ റൈറ്റുകളുടെ വയലേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് റെഗുലേറ്റ് ചെയ്യുക, അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ് ഉണ്ടെങ്കിൽ അത് റെഗുലേറ്റ് ചെയ്യുക, അതേപോലെ ഏതെങ്കിലും തരത്തിലുള്ള ഫോൾസ് ഒരു മിസ്ലീഡിങ് അഡ്വർടൈസ്മെൻറ്റ്സുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സെൻട്രൽ കൺസ്യൂമർ അതോറിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി ആൻഡ് സെക്ഷൻ 10 മറക്കരുത്. അപ്പം ദ ഹെഡ് ക്വാർട്ടർ ഇസ് ഇൻ ഡൽഹി. അപ്പം ഇതിൽ ആരൊക്കെയാണ് കൺസിസ്റ്റ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചീഫ് കമ്മീഷണർ ഉണ്ടായിരിക്കും, പിന്നെ അതർ കമ്മീഷണേഴ്സ് ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ്. ഓക്കെ, പിന്നെ അവർക്ക് റീജിയണൽ ആൻഡ് മറ്റ് ഓഫീസസുകളും ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും സെൻട്രൽ ഗവൺമെൻറ് ആണ് എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടത്. ഓക്കെ, പിന്നെ നമുക്ക് ഒരിക്കലും അവരുടെ പ്രൊസീഡിങ്സിനെ ചാലഞ്ച് ചെയ്യാൻ പറ്റില്ല വിത്ത് ദ റീസൺ ദാറ്റ് എന്തെങ്കിലും അവരുടെ ഒരു കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒരു വേക്കൻസി ഉണ്ട് അല്ലെങ്കിൽ ഡിഫക്റ്റ് ഉണ്ട് അല്ലെങ്കിൽ ഇവരുടെ അപ്പോയിൻമെൻറ്റുകൾ എന്തെങ്കിലും ഡിഫക്റ്റുകൾ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഇവരുടെ ഡിസിഷൻസ് അല്ലെങ്കിൽ ഇവരുടെ പ്രൊസീഡിങ്സ് നമുക്ക് ഇൻവാലിഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഓക്കെ, നെക്സ്റ്റ് എത്രയാണോ ഓഫീസേഴ്സും എംപ്ലോയീസും വേണ്ടത് അതൊക്കെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെൻറ് ആണ്. അതോടൊപ്പം തന്നെ ഇവർക്ക് വേണമെന്നുണ്ടെങ്കിൽ എക്സ്പേർട്സിനെയും പ്രൊഫഷണൽസിനെയും അപ്പോയിൻറ്റ് ചെയ്യാം. ഓൾറൈറ്റ്, പിന്നെ ഇൻവെസ്റ്റിഗേഷൻ വിങ് ഉണ്ട് ഇവർക്ക് ആൻഡ് ഡയറക്ടർ ജനറൽ ആയിരിക്കും അത് ഹെഡ് ചെയ്യുന്നുണ്ടാവുക. ബേസിക്കലി വാട്ട് ഇസ് ദ പർപ്പസ് ഓഫ് ദ ഇൻവെസ്റ്റിഗേഷൻ വിങ്? ഇൻക്വയറി ഓർ ഇൻവെസ്റ്റിഗേഷൻ കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇനി വാട്ട് ആർ ദ പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ്? ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്, യു ഹാവ് ടു റൈറ്റ് ദിസ് പോയിൻറ്റ്സ്. അപ്പം പ്രൊട്ടക്ട്, പ്രൊമോട്ട് ആൻഡ് എൻഫോഴ്സ് കൺസ്യൂമർ റൈറ്റ്സ്, പിന്നെ കൺസ്യൂമർ റൈറ്റ്സുകളുടെ വയലേഷൻ പ്രിവെൻറ്റ് ചെയ്യുക, അൺഫെയർ ആയിട്ടുള്ള ട്രേഡ് പ്രാക്ടീസസ് ഉണ്ടെങ്കിൽ അത് പ്രിവെൻറ്റ് ചെയ്യുക, ഏതെങ്കിലും തരത്തിലുള്ള ഫോൾസ് അല്ലെങ്കിൽ മിസ്ലീഡിങ് അഡ്വർടൈസ്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ അത് പ്രിവെൻറ്റ് ചെയ്യുക. ഓക്കെ,
അപ്പോൾ ഇവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവരുടെ ഈ ഒരു പറഞ്ഞിരിക്കുന്ന ഡ്യൂട്ടീസുകൾ ഇവർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ദേ ക്യാൻ കണ്ടക്ട് ഇൻക്വയറി ഓർ ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ദേ ക്യാൻ ഫയൽ കംപ്ലയിൻറ്റ്സ് ബിഫോർ ഡിസ്ട്രിക്ട്, സ്റ്റേറ്റ് ഓർ നാഷണൽ കൺസ്യൂമർ കമ്മീഷൻസിൻ്റെ മുന്നിൽ. പിന്നെ അവർക്ക് കൺസ്യൂമർ കമ്മീഷൻസിൻ്റെ മുന്നിൽ ഇൻ്റർവീൻ ചെയ്യാം, റിസർച്ചുകൾ പ്രൊമോട്ട് ചെയ്യാം, NGOസിനെ എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ സേഫ്റ്റി നോട്ടീസസ് അവർക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ ഗവൺമെൻറ്റിനെ അഡ്വൈസ് ചെയ്യാം. ഇൻ്റർനാഷണൽ ബെസ്റ്റ്, മറ്റ് രാജ്യങ്ങളിലൊക്കെ ഉള്ള ഇൻ്റർനാഷണലി റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ള ബെസ്റ്റ് പ്രാക്ടീസസ് അഡോപ്റ്റ് ചെയ്യാം, റെക്കമെൻഡ് ചെയ്യാം. ഗൈഡ് ലൈൻസുകൾക്ക് അവർക്ക് ഇഷ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പം ഒരു കംപ്ലയിൻറ്റ് ഇവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് അതിൻ്റെ പ്രോസസ്സ് പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം ദേ വിൽ കണ്ടക്ട് എ പ്രിലിമിനറി ഇൻക്വയറി. എന്നിട്ട് അതിൽ നിന്ന് അവർക്ക് മനസ്സിലാവാണ് ഓക്കെ ഇതൊരു എക്സിസ്റ്റ്, ഇവിടെ ഒരു കേസ് ഉണ്ട്, അല്ലെങ്കിൽ ഇവിടെ ഇത്തരത്തിലൊരു വയലേഷൻ നടന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ ദേ വിൽ ഓർഡർ ഇൻവെസ്റ്റിഗേഷൻ ബൈ ഡയറക്ടർ ജനറലോ അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് കളക്ടറോ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഓർഡർ ചെയ്യും. ഓക്കെ, ഇനി മറ്റേതെങ്കിലും സ്റ്റാറ്റ്യൂട്ടറി റെഗുലേറ്ററിൻ്റെ അണ്ടറിലാണ്, നിയമത്തിൻ്റെ അണ്ടറിലാണ് ഇത് വരുന്നതെങ്കിൽ അല്ലെങ്കിൽ ബോഡീസിൻ്റെ അണ്ടറിലാണെന്നുണ്ടെങ്കിൽ അതിൽ അനുസരിച്ച് നമ്മുടെ കൺസ്യൂമർ ഈ ഒരു സെൻട്രൽ അതോറിറ്റി വിൽ റെഫർ മാറ്റർ ടു ദാറ്റ്. ഓക്കെ, ഇനി ആൻഡ് ഓൾസോ ഇത്തരത്തിൽ വയലേഷൻസ് ഉണ്ട്, ഗുഡ്സിൽ വയലേഷൻസ് ഉണ്ട് എന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് ദേ ക്യാൻ ഡു, ദേ ക്യാൻ റീകോൾ ഓഫ് ഡേഞ്ചറസ് അൺസേഫ്, ആ സർവീസസ് വിഡ്രോ ചെയ്യാൻ പറയാം. പൈസ അല്ലെങ്കിൽ ഗുഡ്സൊക്കെ മാർക്കറ്റിലുണ്ടെങ്കിൽ അത് ആസ് ടു റീകോൾ, അത് തിരിച്ചെടുക്കാൻ പറയും. പിന്നെ പൈസ റീഫണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറയും. പിന്നെ എന്തെങ്കിലും ഇഫ് യു ആർ കണ്ടക്ടിങ് എനി കൈൻഡ് ഓഫ് അൺഫെയർ പ്രാക്ടീസസ് അത് ഡിസ്കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് പറയും. ഓക്കെ, ഇനി സെക്ഷൻ 21 പറയുന്നത് സപ്പോസ് എന്തെങ്കിലും തരത്തിലുള്ള ഫോൾസ് അല്ലെങ്കിൽ മിസ്ലീഡിങ് അഡ്വർടൈസ്മെൻറ്റ്സുകൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു ബോഡിക്ക്, അത് ഡിസ്കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് പറയും, അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും മോഡിഫിക്കേഷൻസ് വരുത്താൻ പറയും. ഓക്കെ, പെനാലിറ്റി ഉണ്ട്. ഫസ്റ്റ് ആയിട്ടാണ് ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്യുന്നതെങ്കിൽ 10 ലക്ഷം വരെ അവർക്ക് പെനാലിറ്റി ഇമ്പോസ് ചെയ്യാം. സബ്സീക്വൻ്റ് ആയിട്ടാണെന്നുണ്ടെങ്കിൽ 50 lakhs അപ് ടു. ഓക്കെ, പിന്നെ ഡിഫെൻസുകൾ ഉണ്ടെങ്കിൽ ദേ ക്യാൻ ഓൾസോ യൂസ് ദ ഡിഫെൻസസ്. ഓൾ റൈറ്റ്, അപ്പോൾ ഇത്രയാണ് സെൻട്രൽ കൺസ്യൂമർ അതോറിറ്റി. നമ്മൾ മീഡിയേഷനിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ മീഡിയേഷൻ സെല്ലുകളുണ്ട്. സ്റ്റേറ്റ് ഗവൺമെൻറ്റിനാണ് മീഡിയേഷൻസ് സെൻറ്റേഴ്സുകൾ അപ്പോയിൻറ്റ് ചെയ്യാനുള്ള പവർ കൊടുക്കുന്നത്. അപ്പോൾ ഓരോ ഡിസ്ട്രിക്ട് കമ്മീഷനും അതുപോലെ സ്റ്റേറ്റ് കമ്മീഷൻസിനോടൊക്കെ അറ്റാച്ച് ചെയ്തുകൊണ്ട് ഇങ്ങനെ മീഡിയേഷൻസ് വെക്കാം എന്നാണ് പറയുന്നത്. സോ വാട്ട് ഈസ് ദ ഫങ്ഷൻ എന്ന് പറയുകയാണെങ്കിൽ അവിടെ അവരെന്താ ബേസിക്കലി ചെയ്യുന്നത്, മീഡിയേഷൻ ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ഡ്യൂട്ടി. യു ക്യാൻ ജസ്റ്റ് റീഡ് ദിസ്. ഓക്കെ, നൗ നെക്സ്റ്റ് കംസ് ദ കൺസ്യൂമർ ഡിസ്പ്യൂട്ട്സ് റിഡ്രസൽ ഫോറംസ് ഉണ്ട് ഓരോ ലെവലിലുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് ഡിസ്ട്രിക്റ്റിലുള്ള കൺസ്യൂമർ ഫോറംസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് ആണ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ഡിസ്ട്രിക്ട് കൺസ്യൂമർ റിഡ്രസൽ മെക്കാനിസംസ് അല്ലെങ്കിൽ ഈ ഫോറംസ്. ഓക്കെ, സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഡിസ്ട്രിക്റ്റിൽ ഒന്നിൽ കൂടുതൽ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇവിടെയുള്ള കമ്പോസിഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. വെൻ യു ആർ ഗെറ്റിംഗ് എ ക്വസ്റ്റ്യൻ ട്രൈ ടു ഇൻക്ലൂഡ് എ കമ്പോസിഷൻ പോയിൻറ്റ്. അപ്പോൾ ഇവിടെ ഒരു പ്രസിഡൻറ്റ് ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ നോട്ട് ലെസ് ദാൻ 2 members, മാക്സിമം 2 members. അപ്പോൾ പ്രസിഡൻറ്റും നോട്ട് ലെസ് ദാൻ 2 members. ഓക്കെ, പിന്നെ ക്വാളിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ സെൻട്രൽ ഗവൺമെൻറ് ആണ് റൂൾസ് വഴി പ്രിസ്ക്രൈബ് ചെയ്യേണ്ടത്. അപ്പം ഇവരുടെ പെക്യൂണിയറി ജൂറിസ്ഡിക്ഷൻ എത്ര വില വരെയുള്ള ഗുഡ്സ് ആൻഡ് സർവീസസ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1 കോടി വരെയാണ് ഡിസ്ട്രിക്റ്റിന് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എവിടെയാണ് ഈ കംപ്ലയിൻറ്റ്, ഏത് കൺസ്യൂമർ ഫോറത്തിലാണ് നമുക്ക് ഫയൽ ചെയ്യാൻ പറ്റുന്നത്? അപ്പം ഓപ്പോസിറ്റ് പാർട്ടി റിസൈഡ് ചെയ്യുന്നതോ അല്ലെങ്കിൽ അവരുടെ ബിസിനസ് ക്യാരി ഔട്ട് ചെയ്യുന്നതോ അല്ലെങ്കിൽ അവരുടെ ബ്രാഞ്ച് ഓഫീസുള്ള സ്ഥലത്തോ അല്ലെങ്കിൽ വേറെ വർക്ക്സ് ഫോർ ഗെയിൻ. ഓക്കെ, അപ്പം കുറേ മൾട്ടിപ്പിൾ ഓപ്പോസിറ്റ് പാർട്ടീസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ കമ്മീഷൻ്റെ പെർമിഷനോട് കൂടി എവിടെയെങ്കിലും ഫയൽ ചെയ്യാം. അല്ലെങ്കിൽ എവിടെയാണ് ഈ സംഭവം നടന്നിട്ടുള്ളത്, കോസ് ഓഫ് ആക്ഷൻ എന്താണ്, അവിടെ ഒന്നില്ലെങ്കിൽ അവിടെ ചെയ്യാം, അല്ലെങ്കിൽ കംപ്ലൈനൻറ്റ് റിസൈഡ് ചെയ്യുന്നതോ അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്നതോ ആയിട്ടുള്ള സ്ഥലത്ത്. അപ്പോൾ ബേസിക്കലി 3 സ്ഥലങ്ങളിലാണ് നമുക്കിവിടെ ഒരു ടെറിട്ടോറിയൽ ജൂറിസ്ഡിക്ഷൻ വരുന്നത്. ഓപ്പോസിറ്റ് പാർട്ടി എവിടെയാണോ നിൽക്കുന്നത്, ബിസിനസ് ക്യാരി ചെയ്യുന്നത്, അല്ലെങ്കിൽ ബ്രാഞ്ച് ഓഫീസ് ഉള്ളത്, അല്ലെങ്കിൽ വർക്ക്സ് ഫോർ ഗെയിൻ, ഒന്നില്ലെങ്കിൽ അവിടെ കൊടുക്കാം, അല്ലെങ്കിൽ നമ്മുടെ കോസ് ഓഫ് ആക്ഷൻ എവിടെയാണോ നടന്നിട്ടുള്ളത് അവിടെ കൊടുക്കാം, അല്ലെങ്കിൽ കംപ്ലൈനൻറ്റ് എവിടെയാണോ റിസൈഡ് ചെയ്യുന്നത് അവിടെ നമുക്ക് കൊടുക്കാൻ പറ്റും. ദിസ് ഇസ് ദ ടെറിട്ടോറിയൽ ജൂറിസ്ഡിക്ഷൻ ആൻഡ് ദ പെക്യൂണിയറി ഈസ് അപ് ടു 1 crore. അപ്പോൾ ആർക്കാണ് കംപ്ലയിൻറ്റ് ഫയൽ ചെയ്യാൻ പറ്റുക? കൺസ്യൂമറിന് പറ്റും, 1 or more കൺസ്യൂമർ വിത്ത് സെയിം ഇൻട്രസ്റ്റ്, അല്ലെങ്കിൽ ഒരു കൺസ്യൂമർ അസോസിയേഷൻ റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് പറ്റും, അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ് ഓർ സെൻട്രൽ അതോറിറ്റി. ആൻഡ് ഇറ്റ് മസ്റ്റ് ബി ഫൈൽഡ് ഇലക്ട്രോണിക്കലി. അപ്പോൾ ഇവിടുത്തെ പ്രൊസീഡിങ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദിസ് വിൽ ബി, ഈ ഒരു പ്രൊസീഡിങ്സ് കണ്ടക്ട് ചെയ്യുന്നത് പ്രസിഡൻറ്റ് പ്ലസ് അറ്റ്ലീസ്റ്റ് 1 member ആണ്. ഓക്കെ, കമ്മീഷന് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു കംപ്ലയിൻറ്റ് ഒന്നില്ലെങ്കിൽ അഡ്മിറ്റ് ചെയ്യാം, റിജക്റ്റ് ചെയ്യാം. അപ്പം അവർ
കംപ്ലയിൻറ്റിനെ കേൾക്കണം ആദ്യം, എന്നിട്ടേ അവർക്ക് റിജക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം 21 ഡേയ്സിനുള്ളിൽ അവർ ഒരു ഡിസിഷൻ പറഞ്ഞിട്ടില്ലെങ്കിൽ അത് അഡ്മിറ്റ് ചെയ്തു എന്നുള്ളൊരു മീനിങ് ആണ് നമ്മൾ എടുക്കുന്നത്. ഇനി മീഡിയേഷന് വേണമെങ്കിൽ അയക്കാൻ വേണ്ടിയിട്ട് പറ്റും. ആൻഡ് അപ്പം ഇതിൻ്റെ ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കുക. സോ ദാറ്റ്സ് ഇറ്റ്. ഇനി ബേസിക്കലി ഇവർക്കൊരു സിവിൽ കോടതിയുടെ ഒരു പവർ ഉണ്ട്. ഇനി ഫൈൻഡിങ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്തൊക്കെ ഓർഡർ ചെയ്യാൻ പറ്റും ഡിസ്ട്രിക്ട് കമ്മീഷന്. ഡിസ്ട്രിക്ട് കമ്മീഷൻ ക്യാൻ ഓർഡർ ടു റിമൂവൽ ഓഫ് ദ ഡിഫക്റ്റ് റിമൂവ് ചെയ്യാൻ പറയാം, ഗുഡ്സ് റീപ്ലേസ് ചെയ്യാൻ പറയാം, റീഫണ്ട് ചെയ്യാൻ പറയാം വിത്ത് ഇൻട്രസ്റ്റ്, അൺഫെയർ ട്രേഡ് പ്രാക്ടീസുകൾ ഡിസ്കണ്ടിന്യൂ ചെയ്യാൻ പറയാം, പിന്നെ കോമ്പൻസേഷൻ എന്തെങ്കിലും കൊടുക്കാൻ പറയാം, അഡ്വർടൈസ്മെൻറ്റ് കറക്റ്റ് ചെയ്യാൻ പറയാം, കോസ്റ്റ് ഇമ്പോസ് ചെയ്യാൻ പറ്റും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പം മെജോറിറ്റിയിലാണിത് പോകുന്നത്. ഇതിൻ്റെ പുറത്ത് റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, പുനർപരിശോധിക്കാം. അവർ കൊടുത്തിരിക്കുന്ന ഓർഡർ വീണ്ടും ദേ ക്യാൻ റിവ്യൂ ഇറ്റ്. അപ്പോൾ 30 days ആണതിൽ. പിന്നെ അപ്പീൽ പോകാൻ പറ്റും. സ്റ്റേറ്റ് കമ്മീഷനാണ് അപ്പീൽ പോകുന്നത് വിതിൻ 45 days. ഓക്കെ, കാരണം മേലുള്ള ഹൈറാർക്കിക്കലി സ്റ്റേറ്റ് കമ്മീഷൻ ആണല്ലോ ഉള്ളത്. നൗ വി ആർ ടോക്കിംഗ് അബൌട്ട് എ ഡിസ്ട്രിക്ട് കമ്മീഷൻ. ഓക്കെ, അപ്പം അപ്പീലിന് നമ്മൾ പോകുമ്പോൾ നമ്മൾ എത്രയാണോ ഇതിൽ ഓർഡർ ചെയ്തിരിക്കുന്ന പൈസ അതിൻ്റെ 50% യു ഹാവ് ടു ഡെപ്പോസിറ്റ് ഇറ്റ്. ഓക്കെ, ഇനി മീഡിയേഷൻ വഴി സെറ്റിൽ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടുന്ന് അപ്പീൽ പോകാൻ വേണ്ടി നമുക്ക് പറ്റില്ല. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ദ സ്റ്റേറ്റ് കൺസ്യൂമർ റിട്രസൽ കമ്മീഷൻ ആണ്. ഇവിടെ എന്ന് പറയുകയാണെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് ആണ്. അപ്പോൾ പ്രസിഡൻറ്റും നോട്ട് ലെസ് ദാൻ 4 members ആണ്. ഓക്കെ, ദെൻ ഇവിടെ നമ്മളുടെ സ്റ്റേറ്റ് കമ്മീഷൻ തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ എന്ന് പറയുന്നത് 1 crore to 10 crore ആണ്. 1 crore to 10 crore ആണ്. പിന്നെ അവർക്ക് അപ്പീലിയേറ്റ് ജൂറിസ്ഡിക്ഷനും ഉണ്ട്. അതായത് ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ നേരിട്ട് പോവുകയാണ്. ഓക്കെ, അപ്പം നേരത്തെ നമ്മൾ ഡിസ്ട്രിക്റ്റിൽ 1 CR അല്ലേ പറഞ്ഞത്, ഇവിടെ 1 CR to 10 CR വരെയുള്ള വാല്യൂ ഉള്ള ഗുഡ്സ് ആൻഡ് സർവീസസ് ആണ് സ്റ്റേറ്റിലോട്ട് പോകുന്നത്. ആൻഡ് അപ്പീലും ഉണ്ട്. താഴെ നിന്ന് വരുന്ന അപ്പീൽ കേസുകളും ഡിസ്ട്രിക്റ്റിൽ നിന്ന് വരുന്ന അപ്പീലും സ്റ്റേറ്റ് ആണ് എടുക്കുന്നത്. ഇനി റിവിഷണൽ ജൂറിസ്ഡിക്ഷൻ ഉണ്ട് അവർക്ക്. ഓക്കെ, ആൻഡ് ഓൾസോ ബെഞ്ചസിലൂടെയാണ് നമ്മൾ മാക്സിമം ബെഞ്ചസ് എങ്ങനെയാണ് അതിനനുസരിച്ചാണ് നമ്മൾ അതിൻ്റെ എടുക്കുന്നത്. പിന്നെ ടെറിട്ടോറിയൽ ജൂറിസ്ഡിക്ഷൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെയിം ടെറിട്ടോറിയൽ ജൂറിസ്ഡിക്ഷനാണ്. ആൻഡ് യാ യു കെൻ ജസ്റ്റ് റീഡ് ഇറ്റ്. ഇവിടെ റിവ്യൂ ഉണ്ട്, അപ്പീലുണ്ട്, കണ്ടീഷൻ ഓഫ് അപ്പീലും സെയിം തന്നെയാണ്. ഓക്കെ, അപ്പോൾ സബ്സ്റ്റാൻഷ്യൽ ക്വസ്റ്റ്യൻ ഓഫ് ലോ ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ അപ്പീൽ അവർ എൻ്റർടൈൻ ചെയ്യുള്ളൂ. ഈവൻ ദേ ക്യാൻ ഗീവ് അപ്പീൽ ഓൾസോ ടു നാഷണൽ കമ്മീഷൻ. ഓക്കെ, നൗ നെക്സ്റ്റ് ഇസ് നാഷണൽ കൺസ്യൂമർ ഡിസ്പ്യൂട്ട് റിഡ്രസൽ മെക്കാനിസം ആണ്. ഇവിടെ എന്ന് പറയുകയാണെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റിനാണ് നാഷണൽ, ദിൽ ബി അപ്പോയിൻറ്റിംഗ് ദ നാഷണൽ. അപ്പോൾ ഇവിടെ കമ്പോസിഷൻ എന്ന് പറയുകയാണെങ്കിൽ ഇവിടെ ഒരു പ്രസിഡൻ്റ് ഉണ്ട്, നോട്ട് ലെസ് ദാൻ 4 members ആണ്. ഓക്കെ, അപ്പോൾ ക്വാളിഫിക്കേഷൻസ് ഒക്കെ വിൽ ബി ഡിസൈഡഡ് ബൈ ദ സെൻട്രൽ ഗവൺമെൻറ്. ടെന്യൂർ എന്ന് പറയുന്നത് മാക്സിമം പീരീഡ് ഓഫ് 5 years ആണ്. പിന്നെ ഇവരുടെ റിട്ടയർമെൻറ്റ് ഏജ് കൊടുക്കുന്നുണ്ട്. 70 years ആണ് ഫോർ ദ പ്രസിഡൻറ്റ്, 67 years ഫോർ ദ അതർ മെമ്പേഴ്സ്. ഓക്കെ, ജൂറിസ്ഡിക്ഷൻ ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ ഉണ്ട്. 10 CR മേലെ 10 crores മേലെ ഉള്ളതൊക്കെ യു ക്യാൻ ഡയറക്ട്ലി ഗീവ് ടു ദ നാഷണൽ കമ്മീഷൻ. ഓക്കെ, പിന്നെ അൺഫെയർ കോൺട്രാക്ട്സ് ആണെങ്കിലും വിച്ച് എക്സീഡിങ് 10 CR. നമ്മൾ ഡിസ്ട്രിക്റ്റിൽ അപ് ടു 1 CR ആണ്, സ്റ്റേറ്റിൽ 1 CR to 10 CR, ഇവിടെ 10 CR മേലെയാണ് നാഷണൽ വരുന്നത്. ഓക്കെ, അപ്പീൽ പോകുന്നുണ്ട്. ഇവിടെ റിവിഷണൽ ജൂറിസ്ഡിക്ഷൻ ഉണ്ട്. മറ്റേൻ്റെയൊക്കെ പോലെ തന്നെ സെയിം തന്നെയാണ്, ചെറിയ ചെറിയ മാറ്റങ്ങളേ ഉള്ളൂ. ഇനി they have also a power to set aside an ex parte order. Okay, and yeah, limitation period പറയുന്നത് within 2 years on the date of cause of action arise ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ യു ക്യാൻ ജസ്റ്റ് സോ വാട്ട് ഇസ് എ പെനാലിറ്റി? ഈ ഓർഡർ വയലേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ ഇംപ്രിസൺമെൻറ്റ് മിനിമം 1 month ആണ്, വിച്ച് ക്യാൻ എക്സ്റ്റെൻഡ് ടു 3 years, ഫൈൻ 25,000 up to 1 lakh or both ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ജസ്റ്റ് നിങ്ങൾക്ക് ഒരു സമ്മറൈസ് ചെയ്തുകൊണ്ട് ഐ ഹാവ് ജസ്റ്റ് ഗിവൺ അപ്പീൽ എങ്ങനെയാണ്. ഡിസ്ട്രിക്ട് കമ്മീഷനിൽ സ്റ്റേറ്റ് കമ്മീഷനിലോട്ട് പോകും, സ്റ്റേറ്റിൽ നിന്ന് നാഷണൽ കമ്മീഷനിലോട്ട് പോകും, നാഷണൽ കമ്മീഷനിൽ ഇറ്റ് വിൽ ഗോ ടു ദ സുപ്രീം കോർട്ട്. അപ്പം 30 daysനുള്ളിൽ അപ്പീൽ മസ്റ്റ് ബി ഫയൽഡ് ആൻഡ് ഡിലേ മേ ബി കൺട്രോൾ. നമുക്ക് ഇൻ കേസ് ആ 30 days പറ്റില്ല എന്നുണ്ടെങ്കിൽ ഡിലേൻ്റെ റീസൺ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ക്യാൻ ബി കൺട്രോൾ വിത്ത് സഫിഷ്യൻറ്റ് കോസ്. ഓക്കെ, അപ്പം ഈ ഒരു ആക്ടിൽ ഇപ്പോൾ മീഡിയേഷൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പോകാൻ പറ്റില്ല. സോ ഇത്രയാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിനെ പറ്റിയിട്ടുള്ളത്. സോ ഇതിൽ നിങ്ങൾ ബേസിക്കലി നോക്കേണ്ടത് ഡെഫിനേഷൻസ് നോക്കണം, പിന്നെ ഈ 3 റിഡ്രസൽ മെക്കാനിസംസും ഓക്കെ റിഡ്രസൽ കമ്മീഷൻസും നിങ്ങൾ 3ഉം വളരെ കൃത്യമായിട്ട് എത്രയാണ് അതിൻ്റെ എമൗണ്ട് വരുന്നത് എന്നുള്ളത് നിങ്ങൾ പ്രോപ്പറായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, സോ ദിസ് ഇസ് ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ഇസ് ഹൈലി എക്സ്പെക്റ്റഡ്. ഓൾറൈറ്റ്, പിന്നെ നിങ്ങൾ കൗൺസിൽസും മീഡിയേഷനൊന്നും
അത്ര കമ്പാരിറ്റീവ്ലി കുറച്ച് താഴെയാണ് ഇമ്പോർട്ടൻസിൽ നിൽക്കുക. ഈ 3 ബോഡീസാണ് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്. ഓക്കെ, സോ ഐ ഹോപ്പ് തിങ്സ് ആർ ക്ലിയർ. ആൻഡ് ദ ഡെഫിനിഷൻ ഷുഡ് ബി ഓൾസോ ലൈക്ക് യു ഹാവ് ടു സ്റ്റഡി ദാറ്റ്. ദർ ഇസ് എ ചാൻസ് ഓഫ് ദം ആസ്കിങ് ദാറ്റ് ഓൾസോ. ഓക്കെ, സോ താങ്ക് യു സോ മച്ച്. അപ്പോൾ നമ്മൾ ഈ വീഡിയോൻ്റെ ശേഷം ഐ വിൽ ബി ഓൾസോ പുട്ടിങ് MV Actൻ്റെത്. So anybody wants this PDF, please drop a message.